ഏക ദൈവത്തിൽ തന്നെ 3 വ്യതിരിക്ത വ്യക്തികളുണ്ട് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഇത് എന്റെ ആശയമല്ല, ബൈബിൾ പഠിപ്പിക്കുന്നതാണ്. നമുക്ക് ആദ്യത്തെ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കാം. ഗോഡ് ദ ഫാദർ, പിതാവായ ദൈവത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. അപ്പൊ പിതാവായ ദൈവത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത് മത്തായി സുവിശേഷം 11-ാം അധ്യായം 27-ാമത്തെ വാക്യം. അവിടെ യേശു ക്രിസ്തുവാണ് പറയുന്നത്. മത്തായി 11:27 യേശു ക്രിസ്തു പറയുന്നുണ്ട്. 11:27 എന്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല. ഇവിടെ യേശുക്രിസ്തു പറയുന്നത് എന്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുനാമക്കാര് പറയുന്നത് പോലെ പിതാവ് തന്നെ പുത്രനായിട്ട് വന്നു എന്ന് പറയുന്ന ഒരു ഉപദേശമുണ്ട്. ആ ഉപദേശം ഇവിടെ പൊളിയപ്പെടുകയാണ്. കാരണം പിതാവും റെഫറൻസ് ഒന്നുകൂടെ പറയാമോ? മത്തായി സുവിശേഷം 11-ാം അധ്യായം 27-ാമത്തെ വാക്യം. എന്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവും പിതാവും 2 വ്യതിരിക്ത വ്യക്തികളാണെന്ന് വ്യക്തമാക്കിയാണ്. എന്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ 2 വ്യക്തികളാണ്. ഒരു വ്യക്തി പിതാവ് തന്നെ പുത്രനായിട്ട് വന്നതല്ല. അപ്പൊ 2 ആയിട്ട് അവിടെ 2 വ്യക്തികളെ കാണാം. എന്റെ പിതാവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് അവിടെ വായിക്കുന്നുണ്ട്. ഇനി അടുത്ത് മത്തായി 26:39 അവിടെ യേശുക്രിസ്തു ഗെഥസമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇതേ കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഇതേ ആശയം 26:39 ഇങ്ങനെയാണ് പറയുന്നത്. പിന്നെ അവൻ അല്പം മുന്നോട്ട് ചെന്ന് കവിണ് വീണു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ. ഇവിടെയും 2 വ്യക്തികളെ കാണാം. പിതാവും പുത്രനും രണ്ടും 2 പേരാണ്, ഒരാളല്ല. സാധാരണ യേശു നമുക്കാര് പറയുന്നത് പിതാവ് തന്നെ പുത്രനായിട്ട് വന്നു, പിന്നെ പുത്രൻ പോയ ശേഷം പരിശുദ്ധാത്മാവായിട്ട് വന്നു എന്നാണ്. പക്ഷെ ഇവിടെ യേശു പറയാണ് എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം, പിതാവേ കഴിയുമെങ്കിൽ പാനപാത്രം നീക്കണമേ. അപ്പൊ 2 വ്യക്തികളാണ്, പിതാവും പുത്രനും 2 പേരാണ്, ഒരാളല്ല എന്ന് അവിടെ വ്യക്തമാണ്. ഇനി യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അവിടെ യേശുക്രിസ്തു പറയാണ് ഞാൻ പിതാവിനോട് ചോദിക്കും. അപ്പൊ യേശുക്രിസ്തു ഞാനെന്ന് പറയുന്നു, പിതാവ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയുണ്ട്, ചോദിക്കും. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥരെ മറ്റൊരു വ്യക്തി. അപ്പൊ ഇവിടെ 3 പേരെ ഈ വാക്യത്തിൽ കാണാം. പിതാവുണ്ട്, പുത്രൻ, ഞാൻ എന്ന് പറയുന്ന പുത്രൻ വായിക്കുന്നത്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. ഞാൻ എന്ന് പറയുന്ന യേശു ക്രിസ്തുവാണ്. പിതാവ്, ഞാൻ എന്ന് പറയുന്ന പുത്രനായ ക്രിസ്തു. എന്നിട്ട് വായിക്കുന്നത് ആ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ. അപ്പൊ 3 പേരുണ്ട്. പിതാവുണ്ട്, പുത്രനായ ക്രിസ്തുവുണ്ട്, സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനായ പരിശുദ്ധാത്മാവുണ്ട്. ഈ വാക്യത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവർ ഒരാളല്ല, 3 പേരായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത്രയും ഞാൻ പറഞ്ഞു. അപ്പോൾ പിതാവ് പുത്രനിൽ നിന്ന് വ്യത്യസ്തനാണ്, പരിശുദ്ധാത്മാവിൽ നിന്നും വ്യത്യസ്തനായിട്ട് നിൽക്കുന്നു എന്ന വാക്യമാണ് പറഞ്ഞത്. ഈ പിതാവിനെ കുറിച്ച് ദൈവമാണ്, ഈ പിതാവ് ദൈവമാണ്. 89-ാം സങ്കീർത്തനം 26-ാമത്തെ വാക്യം. 89-ാം സങ്കീർത്തനം 26-ാമത്തെ വാക്യം. അവൻ എന്നോട്, നീ എന്റെ പിതാവ്, എന്റെ ദൈവം, എന്റെ രക്ഷയുടെ പാറ എന്നെങ്ങനെ വിളിച്ചു പറയും. യഹോവ പറയുകയാണ്, അവൻ എന്നോട്, നീ എന്റെ പിതാവ്, എന്റെ ദൈവം. അപ്പോൾ പിതാവ്, യഹോവ എന്ന് പറയുന്ന ആ ദൈവത്തെ കുറിച്ച് പിതാവ് അതെന്റെ ദൈവമാണ്. അപ്പൊ പിതാവ് ദൈവമാണെന്ന് ഈ വാക്യത്തിൽ വളരെ വ്യക്തമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63:16 അവിടെയും ഇത്
കാണാനായിട്ട് കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63:16 വാക്യം. എങ്ങനെയായിരുന്നു? നീയല്ലോ ഞങ്ങളുടെ പിതാവ്. അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേലിന് ഞങ്ങളെ തിരിയുന്നതുമില്ല. നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു. അപ്പോൾ ഇസ്രായേൽ ജനം, പ്രവാചകൻ പറയുകയാണ്, അബ്രഹാം അങ്ങനെ ഇവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, നീയല്ലോ ഞങ്ങളുടെ പിതാവ്. അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, അതെടുത്ത് പറയുന്നത്, ഇസ്രായേലിന് ഞങ്ങളെ തിരിയുന്നതുമില്ല. നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു, യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു. അപ്പോൾ യഹോവ ഇസ്രായേലിന്റെ പിതാവാണ്, ദൈവമാണ് എന്നുള്ള കാര്യം അവിടെ വ്യക്തമാണ്. ഇനി നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 6-9 വാക്യം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മർക്കോസ് 6:9. മത്തായി 6:9, മർക്കോസ് അല്ല, മത്തായി 6:9. അവിടെ നമുക്കറിയാം യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ. അവിടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ പഴയ ദൈവത്തിൽ ഇസ്രായേൽ പറയും, നീയാണ് ഞങ്ങളുടെ ദൈവം, നീയാണ് ഞങ്ങളുടെ പിതാവ്. ഇനി ശ്രദ്ധിക്കുക, മർക്കോസിന്റെ 12-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ആവർത്തന പുസ്തകത്തിലെ വാക്യമാണ് കോട്ട് ചെയ്യുന്നത്. അത് പിതാവായ ദൈവത്തെ കുറിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പിതാവായ ദൈവം ദൈവമാകുന്നു എന്ന് ബൈബിളിൽ വ്യക്തമാണ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്, അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങി നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അവിടെ പറയുന്ന ഈ ദൈവം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തെ കുറിച്ചാണ്. അപ്പൊ പിതാവായ ദൈവം വ്യതിരിക്ത വ്യക്തി, പിതാവിനെ യേശുക്രിസ്തുവിന് വ്യത്യസ്തനായിട്ട് പറയുകയും പിതാവ് ദൈവമാണെന്ന് ബൈബിളിൽ പറഞ്ഞു. ഈ ഗലാത്യ ലേഖനത്തിൽ തന്നെ നമുക്ക് 3 പേരെ കാണാം. ദൈവം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തെ കാണിക്കാൻ വേണ്ടിയും, രണ്ടാമത് വായിക്കുന്നത് തന്റെ പുത്രൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെയാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ സ്വപുത്രന്റെ ആത്മാവിനെ. അപ്പോൾ ഇവിടെ 3 വ്യക്തികളെ, 3 പേരെ കാണാം. പിതാവിനെയും കാണാം, പുത്രനായ ക്രിസ്തുവിനെ കാണാം, സുപുത്രന്റെ ആത്മാവ്, അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അത് ദൈവത്തിന്റെ ആത്മാവാണെന്ന് വേറെ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വേദഭാഗത്ത് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കാണാനായിട്ട് കഴിയും. അപ്പൊ ഇവിടെ നാം കാണുന്നത്, പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ ദൈവം എന്ന് പറയുന്ന പ്രയോഗം, അത് പ്രത്യേകിച്ച് ഹോ തെയോസ്, ഗ്രീക്കിൽ ദൈവത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പേര് തെയോസ് എന്നാണ് ഗ്രീക്കിൽ. അപ്പോൾ ഹോ തെയോസ് എന്ന് പറഞ്ഞാൽ ദ ഗോഡ് എന്ന് നമ്മൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പൊ പുതിയ നിയമത്തിൽ ദൈവം എന്ന് പറയുന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് പിതാവായ ദൈവത്തെ കുറിച്ചാണ്. അപ്പോൾ പിതാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി ബൈബിളിൽ പറയുമ്പോൾ ത്രിത്വത്തിൽ പിതാവായ ദൈവം ദൈവമാണെന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി അജി ബദറ, ഇത് പിതാവിനെ കുറിച്ചുള്ള വാക്യങ്ങൾ, ഇതിൽ അധികം ക്ലാരിഫിക്കേഷൻ വേണ്ടല്ലോ, മതിയല്ലോ. അപ്പോ ഇപ്പൊ പറഞ്ഞത് ഏകദൈവത്തിൽ 3 വ്യതിരിക്ത വ്യക്തികൾ ഉണ്ടെന്നും അവരുടെ ദൈവത്വത്തെ തെളിയിക്കുന്ന വാക്യങ്ങൾ ഓരോന്നായിട്ട് കവർ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ പിതാവിന്റെ വാക്യങ്ങൾ കവർ ചെയ്തു, ഇനിയിപ്പോ പുത്രനിലോട്ടും പരിശുദ്ധാത്മാവിലോട്ടും ആയിരിക്കും പോകും അല്ലേ? അതെ അതെ അതെ. അപ്പോ എന്നാ അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക, ഇതാണല്ലോ സെക്കൻഡ് സെഗ്മെന്റ്, അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കും. രണ്ടാമത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവിടെ യേശുക്രിസ്തു യോഹന്നാന്റെ കീഴിൽ സ്നാനപ്പെടുവാനായിട്ട് യോർദാനിലേക്ക് വരികയാണ്. ആ സമയത്ത് നടക്കുന്ന സംഭവത്തെ മർക്കോസ് വിശദീകരിക്കുമ്പോൾ ആ ഭാഗത്ത്
പിതാവിൽ നിന്ന് വ്യത്യസ്തനായി പുത്രനെ കാണാൻ കഴിയും. പുത്രനിൽ നിന്ന് വ്യത്യസ്തനായി പരിശുദ്ധാത്മാവിനെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. മർക്കോസിന്റെ 1-ാം അധ്യായം 1:9 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മൾ കാണുന്നുണ്ട്, ആ കാലത്ത് യേശു ഗലീലയിലെ നസ്രത്തിൽ നിന്ന് വന്നു. യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തന്റെ മേൽ വരുന്നതും കണ്ടു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഇവിടെ യേശു ക്രിസ്തു സ്നാനമേൽക്കാനായിട്ട് യോർദാനിലേക്ക് വരുന്നു. യേശു ക്രിസ്തു സ്നാനമേറ്റു യോർദാൻ നിന്ന് കയറുമ്പോൾ വായിക്കുന്നത്, ആത്മാവ് പ്രാവ് പോലെ തന്റെ മേൽ വരുന്നത് കണ്ടു. എന്താണ് ആത്മാവ് പ്രാവ് പോലെ യേശു ക്രിസ്തുവിന്റെ മേൽ വരുന്നത് കണ്ടു എന്ന് ദൈവാത്മാവ് രേഖപ്പെടുത്താൻ കാര്യം? അതിന്റെ ഉത്തരം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്നാപക യോഹന്നാനുള്ള ഒരു അടയാളമാണ്. അതിന്റെ അതായത് എന്റെ 7-ാമത്തെ വാക്യം, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ഇനി അതിന്റെ താഴോട്ട് വരുമ്പോൾ അതിന്റെ 33-ാമത്തെ വാക്യം, യോഹന്നാൻ സുവിശേഷം 1:33. യോഹന്നാൻ പറയുകയാണ്, യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്. അതായത് യോഹന്നാൻ സ്നാപകനെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ അയച്ചത് ദൈവമാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത് ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു. അപ്പൊ യോഹന്നാൻ സ്നാപകൻ തന്റെ ശുശ്രൂഷ ചെയ്യുന്നത് സ്വയം ചെയ്തതല്ല, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് ചെയ്തതാണെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇനി ആ യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഞാനോ അവനെ അറിഞ്ഞില്ല, ഞാൻ സർവജ്ഞാനിയല്ല അവൻ ആരെന്ന് അറിയാൻ, എനിക്ക് അവനെ അറിയത്തില്ല. അടുത്ത് പറയുകയാണ്, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, എന്ന് പറഞ്ഞാൽ അയച്ച ദൈവം യോഹന്നാൻ സ്നാപകനോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാണ്. അപ്പോൾ ആത്മാവ് ക്രിസ്തുവിന്റെ മേൽ സ്നാനം കഴിഞ്ഞിട്ട് ഇറങ്ങിയത് യോഹന്നാൻ സ്നാപകന് ദൈവം കൊടുത്ത അടയാളമാണ്. യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക, യോഹന്നാൻ സ്നാപകനെ അറിയത്തില്ല, പക്ഷെ അതിന് അടയാളം കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? നീ സ്നാനപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവ് ആരുടെ മേൽ ഇറങ്ങുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞപ്പോൾ യോഹന്നാൻ എന്ന അടയാളമാണ്. അപ്പോൾ നമുക്കവിടെ പരിശുദ്ധാത്മാവിനെ കാണാൻ കഴിയും. പിതാവായ ദൈവ സ്വർഗത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദം കേട്ടു. പുത്രനായ ക്രിസ്തു ഇവിടെ നിൽക്കുന്നു. അപ്പോൾ പിതാവും പരിശുദ്ധാത്മാവും യേശു ക്രിസ്തുവും വ്യതിരിക്ത വ്യക്തികളാണ്. അല്ലാതെ പിതാവ് പുത്രനായിട്ട് വന്നതല്ല, പിതാവ് പരിശുദ്ധാത്മാവായിട്ടും വന്നതല്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ അത് പറഞ്ഞത്. ഇനി യോഹന്നാന്റെ സുവിശേഷം തന്നെ 17-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അവിടെ യേശു ക്രിസ്തു തന്റെ ക്രൂശ് മരണത്തിന് മുമ്പ് സ്വർഗത്തിലെ ദൈവമായ തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അവിടെ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് സംസാരിച്ചു എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 17:1. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് നീ അവനെ മഹത്വപ്പെടുത്തണമേ. അപ്പൊ പിതാവിനോട് പുത്രൻ പറയുകയാണ്, നാഴിക വന്നിരിക്കുന്നു. അപ്പൊ പിതാവും പുത്രനും വ്യത്യസ്തരാണ്, പിതാവ് പുത്രനായിട്ട് വന്നതല്ല എന്നുള്ള കാര്യം ഈ ഭാഗത്ത് നിന്ന് വ്യക്തമാണ്. അതിന്റെ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. അപ്പോൾ പിതാവ് പുത്രനായിട്ട് വന്നു എങ്കിൽ
പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തി എന്ന് പറയുന്നതായിട്ട് വരും. അപ്പൊ യേശു വ്യക്തമായി പറയുന്നത് ഭൂമിയിൽ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി. അപ്പൊ പിതാവ് പുത്രനായിട്ട് വന്ന് എന്ന് പറയുന്ന ഒന്നസ് ഉപദേശം ബൈബിളിൽ ഇല്ല. അതിന് ആന്റി ആയിട്ടുള്ള വാക്യമാണിത് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. പിതാവ് പുത്രനായിട്ട് വന്നു എന്നുള്ള ഉപദേശമോ പിതാവ് പരിശുദ്ധന്മാരുമായിട്ട് വന്നു എന്നുള്ള ഉപദേശം ബൈബിളില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വ്യത്യസ്തത ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി യോഹന്നാന്റെ സുവിശേഷം തന്നെ 7-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവായിട്ട് വന്നിട്ടുമില്ല. കാരണം യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവും വ്യത്യസ്തനാണ് എന്നുള്ള കാര്യം 7:39 നമുക്ക് കാണാനായിട്ട് കഴിയും. 7:39 യേശു പറയുകയാണ്, അത് സംഭവം യഹൂദന്മാരുടെ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു പറയാണ്, ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 39-ാമത്തെ വാക്യത്തിൽ അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു വന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തുവും ആത്മാവും വ്യത്യസ്തരായിട്ടാണ് ഇവിടെ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം തന്നെ 16-ാം അധ്യായം 7-ാമത്തെ വാക്യം. യോഹന്നാൻ 16:7. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അപ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ സ്വർഗത്തിലേക്ക് പോയാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും. ഞാൻ പോയില്ലെങ്കിൽ കാര്യസ്ഥൻ വരികയില്ല. അപ്പോൾ പരിശുദ്ധാത്മാവും യേശുക്രിസ്തുവും ഒരാളല്ല, അത് രണ്ടായിട്ടാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഒന്നസുകാരുടെ ഉപദേശത്തെയാണ് ഇപ്പോൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഖണ്ഡിക്കുന്നത്. കാരണം ഒന്നസുകാർക്ക് തൃത്വം നിഷേധിക്കുകയും വേണം, ഇതുപോലെയുള്ള വാക്യങ്ങളെ അവോയ്ഡ് ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെ വന്നപ്പോൾ അവർ കണ്ടുപിടിച്ചൊരു സൂത്രവാക്യമാണ്, പിതാവ് തന്നെയാണ് പുത്രനായിട്ട് വന്നത്, പുത്രൻ തന്നെ ആ പിതാവ് തന്നെ വീണ്ടും പരിശുദ്ധാത്മാവായിട്ട് വന്നു. പറഞ്ഞാൽ ഒരു വ്യക്തി തന്നെ പല രൂപത്തിൽ വന്നു. മോഡലിസം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തന്നെ മകനായിരിക്കും, അപ്പനായിരിക്കും, ഭാര്യയ്ക്ക് ഭർത്താവായിരിക്കും എന്ന് പറയുന്നത് പോലെ പിതാവ് തന്നെ പുത്രനായിട്ട് വന്നു, പുത്രൻ തന്നെ പരിശുദ്ധാത്മാവായിട്ട് വന്നു എന്ന് അവർ പറയേണ്ടി വരുന്നത് ഇത്ര സ്പഷ്ടമായ ബൈബിളിലെ വാക്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ബൈബിൾ വ്യക്തമായി പറയുന്നത് ഇവർ വ്യത്യസ്ത വ്യക്തികളാണ്, അല്ലാതെ ഒരാള് വേഷം മാറി വന്നതല്ല എന്ന് ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഞാൻ ഈ വായിച്ചു വന്നപ്പോൾ യേശുക്രിസ്തു പിതാവിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കുന്നു, പരിശുദ്ധാത്മാവിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നു. പിതാവ് അല്ല യേശുക്രിസ്തു, പിതാവല്ല പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവല്ല യേശുക്രിസ്തു എന്ന് ഞാൻ പറഞ്ഞു. ഇനിയാണ് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിലേക്ക് പോകുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് വളരെ വ്യക്തമായി നാം കാണുന്നത് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലാണ്. അവിടെ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യയിലുള്ള വിശ്വാസിക്ക് ലേഖനം എഴുതുകയാണ്. ഈ കൊലോസ്യക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അത് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കൊലോസ്യ ലേഖനം 1:15 ആദ്യം വായിക്കാം. കൊലോസ്യ ലേഖനം 1:15 എടുത്തോട്ടെ. ആ 1:15 വായിക്കുകയാണ്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സകല സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും അദൃശ്യമായതും ദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. ചില ചോദിക്കാനുണ്ട്, യേശുക്രിസ്തു എന്തെങ്കിലും സൃഷ്ടി നടത്തി എന്നാണ്. ഇവിടെ ആയിരിക്കുന്നത് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. അപ്പോൾ ദൈവത്തിന്റെ എക്സാക്റ്റ് പ്രതിമ എന്ന് പറയും. ഇപ്പൊ വേണമെങ്കിൽ വേറെ വാക്യത്തിലേക്ക് പോകും, പക്ഷെ അതിന്റെ 18-ാമത്തെ വാക്യം, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. ഇനി 2-ാം അധ്യായത്തിന്റെ കൊലോസ്യർ 2:9 വായിക്കാം. 2:9 നിങ്ങൾ എഴുതിക്കുന്നു, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന ഒരാളെ ദൈവമല്ലാതെ പിന്നെ എന്തെന്ന് വിളിക്കാൻ പറ്റും? 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത്,
ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി അവനിൽ വസിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന യേശുക്രിസ്തുവിനെ ദൈവമല്ലാതെ മറ്റെന്തെന്ന് വിളിക്കാനായിട്ട് കഴിയും? അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം വളരെ വ്യക്തമായിട്ട് ബൈബിൾ പ്രഖ്യാപിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന വ്യക്തികളുടെ മുന്നിൽ പൗലോസ് തൂക്കിയിരിക്കുന്ന ഡെമോക്ലീറ്റസിന്റെ വാള് പോലെ തൂങ്ങിക്കിടക്കുന്ന വാക്യങ്ങളിൽ ഒന്നാണ് കൊലോസ്യ ലേഖനത്തിലെ 2-ാം അധ്യായത്തിലെ 9-ാമത്തെ വാക്യം. ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി അവനിൽ വസിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വാദിക്കാനായിട്ട് കഴിയും, ആദാം ദൈവത്തിന്റെ ഛായയിലും സ്വരൂപത്തിലുമല്ലേ സൃഷ്ടിച്ചത്? ദൈവത്തിന്റെ ഛായയിലും സ്വരൂപത്തിലുമാണ്, പക്ഷെ ആദാമിൽ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിച്ചിട്ടില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിച്ചു, ആദാമിൽ വസിച്ചിരുന്നു എന്ന് ബൈബിളിൽ വാക്യമില്ല. പക്ഷെ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നത് ദൈവത്തിന്റെ സകല സമ്പൂർണതയും അവനിൽ ദേഹരൂപമായി വസിച്ചിരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വം പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ അത് അപ്പോസ്തലന്മാർ ആരും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ അംഗീകരിച്ചില്ല എന്നൊരു വാദം യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ ഈ വാക്യത്തിൽ പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട്, ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി അവനിലല്ലോ വസിക്കുന്നതെന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ പൗലോസ് അരക്കെട്ട് ഉറപ്പിക്കുന്നതായിട്ടാണ് ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നത്. അടുത്ത് നമ്മൾ കാണുന്ന ഒരു വാക്യം റോമാലെ. അപ്പോൾ അത് മാത്രമല്ല, ബൈബിളിലെ പുതിയ നിയമം വായിച്ചാൽ പഴയ നിയമത്തിൽ യഹോവയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന് കൊടുത്തിട്ടുണ്ട്. കാരണം പഴയ നിയമത്തിൽ ദൈവത്തിന്റെ പേരെന്ന് പറയുമ്പോൾ യാഹ്വയാണ്. നമുക്കറിയാം ടെട്രഗ്രാമേഷനിൽ വരുന്ന യോദ് എന്ന് പറയുന്ന ആ ഹീബ്രു വാക്കിന്റെ യഹോവ എന്ന് യാഹ്വ എന്ന് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ആ വാക്ക് സെപ്റ്റുവജന്റ് ബൈബിൾ, ഗ്രീക്ക് ബൈബിൾ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിന്റെ ഗ്രീക്ക് വിവർത്തനമായ സെപ്റ്റുവജന്റിൽ ആ വാക്കിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത് കുറിയോസ് ആണ്. കുറിയോസ് എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മർക്കോസിന്റെ 12 യേശുക്രിസ്തു പറയുന്ന ഏറ്റവും മുഖ്യമായ കൽപ്പനയോ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും. കുറിയോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിന്റെ മലയാള വിവർത്തനമാണ് കർത്താവ്. അപ്പോൾ പഴയ നിയമത്തിൽ യഹോവ എന്ന പേര് അതിവിശുദ്ധമായതുകൊണ്ടും അത് കൂടെ കൂടെ ഉച്ചരിക്കുവാൻ എടുക്കാൻ പാടില്ലാത്തത് കൊണ്ടും അതിന്റെ സ്ഥാനത്ത് അവർ കുറിയോസ് എന്ന് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ആ പേര് യേശുക്രിസ്തുവിനെ പുതിയ നിയമത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പഴയ നിയമത്തിൽ യഹോവ എന്ന പേരിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന കുറിയോസ് എന്ന് പറയുന്ന വാക്ക്, കർത്താവ് എന്ന വാക്കാണ് പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിനെ സൂചിപ്പിച്ചത്. അല്ലാതെ ദൈവം എന്ന് പറഞ്ഞാൽ യഹൂദന്മാരും മറ്റാൾക്കാരും പിതാവായ ദൈവത്തെയാണ് ഉദ്ദേശിക്കുന്നത്, തെറ്റിദ്ധരിക്കും. പക്ഷെ അപ്പോസ്തലന്മാർക്ക് വളരെ വ്യക്തമായി കൺവേ ചെയ്യേണ്ടതായിട്ടുണ്ട്, പിതാവിൽ നിന്ന് വ്യത്യസ്തനാണ് പുത്രനെന്നും പുത്രന് വ്യത്യസ്തനാണ് പരിശുദ്ധാത്മാവാണെന്നും. അതേ സമയത്ത് ഇവർ ദൈവം യേശുക്രിസ്തുവും ദൈവമാണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടി അപ്പോസ്തലന്മാർ ചൂസ് ചെയ്ത വാക്കാണ് കുറിയോസ് എന്ന വാക്ക്. അത് ഇവിടെ നമ്മൾ ഇത്തരണത്തിൽ ഓർത്തിരിക്കണം. കാരണം റോമാലേഖനം 10-ാം അധ്യായത്തിൽ പൗലോസ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ ഇത് അവിടെ ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചേൽപ്പിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന് അവിടെ പറയാണ്. യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇനി അതിന്റെ 13-ാമത്തെ വാക്യം, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. അപ്പൊ ഈ പറയുന്ന 13-ാമത്തെ വാക്യം എന്ന് പറഞ്ഞാൽ രസിക്കണം, യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞാൽ രക്ഷിക്കപ്പെടുമെന്നാണ്. 9-ാമത്തെ യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും നിന്ന് അവനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അത് പറഞ്ഞു വന്നിട്ട് പൗലോസിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അപ്പൊ ഈ മൂന്നിൽ ഉപയോഗിച്ചിരിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിന് ഉപയോഗിച്ചിരിക്കുന്ന പേരാണ്. കാരണം പിതാവിനെ ദൈവം എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്.
എന്നിട്ട് 13-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഇത് യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിന്റെ കോട്ടിങ് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യത്തെ ഇവിടെ കോട്ട് ചെയ്ത് മുകളിൽ 9-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ പൗലോസ് സ്ഥാപിക്കുകയാണ്. അപ്പൊ യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന യോവേൽ 2:32 വാക്യം കോട്ട് ചെയ്തിട്ട് പൗലോസ് പറയാണ്, കർത്താവ് യേശുക്രിസ്തുവിനെ കർത്താവ് എന്ന് ഏറ്റുപറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. എന്നിട്ട് പറയാണ്, പഴയ നിയമത്തിൽ പറയാണ്, അതായത് കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഈ കർത്താവ് എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ യഹോവയുടെ സ്ഥാനത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. അതെടുത്തിട്ട് യേശുക്രിസ്തുവിനോടുകൂടെ യോജിപ്പിച്ച് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ സ്ഥാപിക്കാൻ വേണ്ടി എടുത്തുപയോഗിച്ചിരിക്കുന്ന വാക്കാണ് കർത്താവ്. ദൈവം എന്ന് പറഞ്ഞാൽ പിതാവിനെ യേശുക്രിസ്തു തന്നെ പിതാവെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ സ്ഥാപിക്കാൻ വേണ്ടി അവർ സൂക്ഷ്മതയോടെ തിരഞ്ഞെടുത്ത വാക്കാണ് ഇതെന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. കാരണം യോവേൽ 8:32 അത് കാണാനായിട്ട് കഴിയും. ഇനി 1 കൊരിന്ത്യർ 12:3 ഞാൻ 1 കൊരിന്ത്യർ 12:3 നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. 12:3 ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയയില്ല, പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൽ മാത്രമേ ഒരാൾക്ക് യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന് പറയാനായിട്ട് കഴിയുള്ളൂ. സ്വാഭാവികമായിട്ട് ഒരാൾക്ക് യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലാണ് ഒരാൾ യേശുവിനെ കർത്താവായിട്ട് അംഗീകരിക്കുന്നു എന്ന് അവിടെ പറയുന്നു. ഇനി 16 ഇത് ഞാൻ പഴയ നിയമ പശ്ചാത്തലത്തോടെ ചേർത്ത് പറയുകയാണ്. 16:22 1 കൊരിന്ത്യർ തന്നെ 16:22 അവിടെ വായിക്കുന്ന ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: പൗലോസായ എന്റെ കയ്യാൽ വന്ദനം, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ, നമ്മുടെ കർത്താവ് വരുന്നു. അത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. കർത്താവ് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 8:6 1 കൊരിന്ത്യർ 8:6 പല ആൾക്കാരും എടുത്ത് ഉന്നതരൊക്കെ എടുക്കുന്ന ഒരു വാക്യമാണ് 8-ാമത്തെ വാക്യം. അതിങ്ങനെ പറയുന്നത്: പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടവനും ആകുന്നു. അവിടെ പൗലോസ് പറയുന്നത് പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. എന്നിട്ട് പറയുകയാണ്, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. അടുത്ത വാക്യം: യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്, അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമുമാകുന്നു. അവിടെ ഏക ദൈവം എന്ന് പറഞ്ഞ് പിതാവിനെ കുറിച്ച് പറയുകയും അതുപോലെ തന്നെ ഏക കർത്താവ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് നമുക്ക് ഏക കർത്താവുമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. അപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് ദൈവം ഏകനാണ്. അപ്പോൾ അത് പിതാവിനെ കുറിച്ച് കാണിക്കുന്നു. യേശുക്രിസ്തു പിതാവ് അല്ല, യേശുക്രിസ്തു ദൈവം അല്ലെന്ന് വാദിക്കുമ്പോൾ ഇതേ വാക്യത്തിൽ യേശുക്രിസ്തു എന്ന ഏക കർത്താവേ ഉള്ളൂ. കർത്താവ് എന്ന് പറഞ്ഞാൽ ഭരണം നടത്തുന്നവൻ, കർത്തൃത്വം നടത്തുന്നവൻ. പഴയ നിയമത്തിൽ ദൈവത്തെ കർത്താവ് എന്ന്, യഹോവയെ കർത്താവ് എന്ന് വിളിച്ചിട്ടുണ്ട്. അതേസമയത്ത് ഇവിടെ പറയുന്നു യേശുക്രിസ്തു എന്ന ഏക കർത്താവേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇവരുടെ ആർഗ്യുമെന്റ് എടുക്കുകയാണെങ്കിൽ പിതാവായ ഏക ദൈവമേ ഉള്ളൂ. അപ്പോൾ ആ ദൈവം കർത്താവല്ലെന്ന് പറയണം, കാരണം യേശുക്രിസ്തു എന്ന ഏക കർത്താവല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഇവിടെ ചിലവാകത്തില്ല. അതുകൊണ്ട് ഇവിടെ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നത് ഏക ദൈവമേ ഉള്ളൂ, ഏക കർത്താവേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, അത് മാത്രമല്ല പിതാവിനോട് പറയുമ്പോൾ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. അടുത്ത് പറയണം യേശുക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്, അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമുമാകുന്നു എന്ന് പറഞ്ഞാൽ പിതാവിന് പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെ പുത്രനും ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒരേ സമയത്ത് രണ്ടുപേർക്കും ഒരേ ആട്രിബ്യൂട്ട്സ് കമ്പയർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ സകലത്തിനും കാരണഭൂതൻ നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. അടുത്ത് വായിക്കാണ് അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമുമാകുന്നു. ഇത് സിനോണിമസ് ആയിട്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട്
കാണാനായിട്ട് കഴിയും. ഇനി യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്നങ്ങ് പറയാം. എന്തെങ്കിലും തെറ്റുപറ്റണമെങ്കിൽ നിങ്ങൾ അത് നോക്കുക. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ് വചനം ദൈവം ആയിരുന്നു എന്നാണ്. സാധാരണ ആർഗ്യുമെന്റ് വയ്ക്കുന്നവർ പറയും അത് അതിനൊരു ആർഗ്യുമെന്റ് അവർ വയ്ക്കും. എനിക്കൊന്ന് അജു ബ്രദർ ചോദിക്കും എന്ന് വിചാരിക്കുന്നു, ആ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ് വചനം ദൈവമായിരുന്നു. ഇനി എന്റെ 18-ാമത്തെ വാക്യം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജനായ പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇനി എന്റെ 13-ാമത്തെ വാക്യം, 13 അല്ല, 14-ാമത്തെ, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞു. ഇനി 14-ാമത്തെ വാക്യം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതവനായവന്റെ തേജസ്സായി കണ്ടു. അപ്പോൾ വചനം, ബൈബിൾ ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനം ദൈവമായിരുന്നു എന്ന് 1-ാമത്തെ വാക്യത്തെ പറഞ്ഞിട്ട് ആ വചനമാണ് ജഡമായി തീർന്നത് എന്ന് പറഞ്ഞാൽ ദൈവമായിരുന്ന വചനം മനുഷ്യനായിട്ട് തീർന്നു എന്നാണ്. അപ്പോൾ ദൈവമായിരുന്ന വചനം മനുഷ്യനായിട്ട് തീർന്നു എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യനായിട്ട് വന്നു എന്നാണ്. അപ്പൊ ദൈവമല്ലാതായി തീരത്തില്ലല്ലോ എന്നുള്ള കാര്യം നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. തുടർന്നുള്ള ചോദ്യങ്ങൾ പറയുമ്പോൾ നമുക്കത് വിശദീകരിക്കാനായിട്ട് കഴിയും. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് എബ്രായ ലേഖനകർത്താവ് പറയുന്നുണ്ട്. ലേഖനം ആരെഴുതി എന്ന് നമുക്കറിയത്തില്ല, പക്ഷെ എബ്രായ ലേഖനത്തിൽ ആ ലേഖനകർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഉറപ്പിച്ച് പറയുന്നതായിട്ട് കഴിയും. അതിന്റെ 8-ാമത്തെ വാക്യം, 7-8, അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. അടുത്ത് പുത്രനോടോ, ഈ അവൻ എന്ന് പറയുന്നത് പിതാവിനെ കുറിച്ചാണ്. പുത്രനോടോ, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. ഇവിടെ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ ദൈവമേ എന്ന് വിളിക്കുകയാണ്. കാരണം ഈ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ എഴുത്തുകാരൻ പറയുന്നത് ദൈവം പണ്ട് ഭാഗമായിട്ട് അവതരിപ്പിച്ചു എന്നാണ്. എന്നിട്ട് പറയാണ് അവനെ താൻ ദൈവം അവകാശിയാക്കി വെച്ചു. എന്നിട്ട് അവൻ മഹിമയുടെ വലത്ത ഭാഗത്തിരിക്കുന്നു. ദൈവത്തിന്റെ അവൻ ദൈവദൂതന്മാരേക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായി ഒത്തവനേക്കാൾ ശ്രേഷ്ഠനായി തീർന്നു. നീ ഇന്ന് എന്റെ പുത്രൻ, ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എല്ലാം പിതാവ് പറയുന്നതാണ്. ആ പിതാവായ ദൈവം 8-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തുവിനെ വിളിക്കുകയാണ് ദൈവമേ നിന്റെ സിംഹാസനം. അപ്പൊ പിതാവായ ദൈവം തന്നോടൊപ്പം സമതുല്യനല്ലാത്ത ഒരു വ്യക്തിയെ ദൈവമേ എന്ന് വിളിക്കുമോ? ഒരിക്കലും വിളിക്കത്തില്ല. അതായത് ദൈവം അല്ലാത്ത ഒന്നിനെ ദൈവമെന്ന് വിളിക്കാൻ ദൈവത്തിന് കഴിയുകയില്ല. ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. യേശുക്രിസ്തു ദൈവമല്ലാതിരിക്കുകയും യേശുക്രിസ്തു ദൈവത്തിന്റെ ഒരു സൃഷ്ടി മാത്രമാണെങ്കിൽ ആ സൃഷ്ടിയെ നോക്കി ദൈവമേ എന്ന് ദൈവത്തിന് വിളിക്കാൻ കഴിയുകയില്ല. അതാണ് ദൈവമാണ് വിളിക്കുന്നത്. പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. അവിടെ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ വളരെ വ്യക്തമായി പിതാവായ ദൈവം പറയുന്നതായിട്ടാണ് അവിടെ മനസ്സിലാക്കുന്നത് എന്ന് ഇവിടെ വളരെ വ്യക്തമായി. ചിലർ പറയാറുണ്ട് ക്രൂശിൽ കിടക്കുമ്പോൾ ദൈവം യേശുക്രിസ്തു പറഞ്ഞു ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിച്ചു. അതുകൊണ്ട് യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറയുമ്പോൾ ഇവിടെ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ പിതാവ് ദൈവമല്ലാതായി തീരത്തില്ല. അത് ദൈവമേ എന്ന് പറയുമ്പോൾ ദൈവം ആകുന്നത് കൊണ്ട് അത് അക്നോളജ് ചെയ്യുകയും അത് പറയുകയും ചെയ്യുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി കാണാനായിട്ട് കഴിയും. അതിന്റെ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അടുത്ത് വായിക്കുന്നത് നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദോഷിക്കുകയും ചെയ്തിരിക്കാൻ ദൈവമേ, അടുത്തും വായിക്കാണ് ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് ശ്രദ്ധിക്കുക. ദൈവമേ എന്ന് വിളിക്കുന്നത് പുത്രനെ കുറിച്ചാണ്. നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദകൈലം. അപ്പൊ നിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ പിതാവിനെ കുറിച്ചാണ്. ദൈവമേ എന്ന് വിളിക്കുന്ന ഇത് സംഗീതത്തിന്റെ കൊട്ടേഷൻ ആണ്. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവമേ നിന്റെ ദൈവം.
ഇവിടെ രണ്ടുപേരെ കുറിച്ച് പറയുന്നുണ്ട്, ഒന്ന് പുത്രനെ കുറിച്ചും ഒന്ന് പിതാവിനെ കുറിച്ചും. അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും, കർത്താവെ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകും, അവയോ നശിക്കും, നീയോ നിലനിൽക്കും, അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോവും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും, നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. നീയോ അനന്യൻ. പഴയ നിയമത്തിൽ വായിക്കുന്നത് യഹോവയായ ദൈവം അനന്യനാണ്, മാറ്റമില്ലാത്തവനാണ്, ബാക്കി എല്ലാത്തിനും മാറ്റമുണ്ട്. അതേ ആട്രിബ്യൂട്ട്സ് ആണ് ഇവിടെ പിതാവായ ദൈവം പുത്രന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ അരക്കിട്ടുറപ്പിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. തീത്തോസിന് എഴുതിയ ലേഖനം, പൗലോസ് എഴുതിയ ലേഖനത്തിൽ ഈ കാര്യം ഒന്നുകൂടെ യേശുക്രിസ്തു ദൈവത്തെ ഉറപ്പിക്കുന്നത് കാണും. 2:13. 2:13 തീത്തോസ് 2:11-12 ഇംഗ്ലീഷിൽ 13 വരും. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അടുത്ത് വായിക്കുന്നത്, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ടിരിക്കുന്നു. അവിടെ ഇരിക്കുന്ന മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാവോ പക്ഷേ? അവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് മഹാദൈവം എന്നാണ്. അപ്പൊ പൗലോസ് വളരെ വ്യക്തമായി യേശുക്രിസ്തുവിന്റെ ദൈവത്തെ ഉറപ്പിച്ച് പറയുന്നതായിട്ട് കഴിയും. ഇനി നമുക്ക് പിന്നെ പോകുമ്പോൾ അനേക വാക്യങ്ങളുണ്ട്, എന്നാൽ ഇനി ഒരു വാക്യം കൂടെ പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കാം. അതായത് യേശുക്രിസ്തു ദൈവത്തെ കുറിച്ച് പറഞ്ഞത് അവസാനിപ്പിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്ന കാര്യം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. 2:5 മുതൽ 7 വരെ അവിടെ ഇരിക്കുന്നത്, യേശുക്രിസ്തുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശില മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തിയ സകല നാമത്തിന് മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തെങ്കിൽ സർവ്വലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇവിടെ വായിക്കുന്നത് 6-ാമത്തെ വാക്യത്തിൽ അവൻ ദൈവരൂപത്തിലിരിക്കെ എന്ന് പറയുന്നു. അപ്പോൾ യേശു ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് അവൻ ദൈവരൂപത്തിലിരുന്നവനാണ്. അപ്പൊ ദൈവരൂപത്തിൽ ഇരിക്കുന്ന ഒരാളെ ദൈവമല്ലാതെ വേറെന്തെന്ന് വിളിക്കാൻ കഴിയും? അടുത്ത് വായിക്കുന്നത് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാണ് വിചാരിക്കാതെ. അപ്പൊ യേശുക്രിസ്തു ദൈവത്തോടൊപ്പം സമത്വം ഇല്ലാത്തവനാണെങ്കിൽ സമത്വം മുറുകെ പിടിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ പൗലോസ് എഴുതിയത് തെറ്റാണ്, ദൈവാത്മാവിന് തെറ്റുപറ്റിയെന്ന് പറയേണ്ടി വരും. കാരണം ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചില്ല എന്നാണ്. അപ്പോൾ യേശുക്രിസ്തു പിതാവായ ദൈവത്തോടൊപ്പം സമത്വമുള്ളവനായതുകൊണ്ടാണ് സമത്വം മുറുകെ പിടിച്ചില്ല എന്ന് പറയുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന് പിതാവായ ദൈവത്തോടൊപ്പം സമത്വമില്ലാത്തവനാണെങ്കിൽ സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ എന്ന പദപ്രയോഗം എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ പൗലോസ് അവിടെ പിതാവായ ദൈവത്തോടൊപ്പം യേശുക്രിസ്തുവിന് സമത്വമുള്ളത് കൊണ്ടാണ് സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിച്ചില്ല എന്ന് എഴുതിയിരിക്കുന്നു. സമത്വമില്ലാത്ത ഒരു വ്യക്തിക്ക് അത് മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ യേശുക്രിസ്തു പിതാവിനോടൊപ്പം സമത്വമുള്ളവനാണ്. പിതാവായ ദൈവത്തോടൊപ്പം സമത്വമുള്ളവനായി ക്രിസ്തു ഇരിക്കണമെങ്കിൽ, പിതാവായ ദൈവത്തോടൊപ്പം സമത്വമുള്ളവനായി ക്രിസ്തു ഇരിക്കണമെങ്കിൽ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ഉള്ള ഒരു വ്യക്തിയായിട്ട് യേശുക്രിസ്തു ഇരിക്കണം. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ബൈബിൾ അരക്കിട്ട് ഉറപ്പിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും എന്നുള്ള കാര്യം നമ്മളവിടെ കാണുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തോടൊപ്പം സമത്വം, പിതാവായ ദൈവത്തോടൊപ്പം സമത്വമുള്ള വ്യക്തി ദൈവം തന്നെ ആയിരിക്കണം. അത് മാത്രമല്ല, ദൈവത്തോടൊപ്പം സമത്വം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തോടൊപ്പം സമത്വം ഇങ്ങനെ ഇരിക്കുന്നത്
ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചില്ല എന്ന പദപ്രയോഗം ദൈവത്തോടൊപ്പം സമത്വമില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അഭികാമ്യമായിട്ടുള്ള കാര്യമല്ല. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ബൈബിൾ ഉറപ്പിച്ച് പറയുന്നു. ഇനി മൂന്നാമത് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ തൃത്വത്തിൽ ത്രിയേകനായ ദൈവം ഏകനായിരിക്കുമ്പോൾ തന്നെ മൂന്ന് വ്യതിരിക്ത വ്യക്തികളായിരിക്കുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന മൂന്ന് വ്യതിരിക്ത വ്യക്തികൾ. നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഞാൻ അതിന്റെ പ്രസന്റേഷൻ അവസാനിപ്പിക്കും. പിന്നെ ചോദ്യങ്ങൾക്കുള്ള സെക്ഷനാണ്. ഇപ്പൊ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ കാണുന്ന ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശുക്രിസ്തു തന്നെ പറയുന്ന ഒരു വാക്യമുണ്ട്. ലൂക്കോസ് 11:13. ലൂക്കോസ് 11:13 ഇങ്ങനെയാണ് വായിക്കുന്നത്: അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം ആത്മാവ്. പിതാവാണ് പരിശുദ്ധാത്മാവാണെങ്കിൽ തന്നോട് യാചിക്കുന്നവർ തന്നെ എത്ര അധികം കൊടുക്കുമെന്ന് എഴുതിയാൽ മതി. പക്ഷെ ഇന്ന് പിതാവിനോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കുമെന്നാണ്. അപ്പൊ പിതാവിൽ നിന്ന് വ്യത്യസ്തനായിട്ട് പരിശുദ്ധാത്മാവിനെ ഇവിടെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. നമ്മൾ നേരത്തെ വായിച്ചതാണ്. അവിടെ വീണ്ടും കാണുന്നുണ്ട്: എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അവിടെ പിതാവ് എന്റെ നാമത്തിൽ, അപ്പോൾ പിതാവ് അവിടെയുണ്ട്. എന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു അവിടെയുണ്ട്. പിന്നെ പറയുന്നത് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ. ഇവിടെ പരിശുദ്ധാത്മാവിനെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ന്യൂമ എന്നാണ്. ആത്മാവിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ന്യൂമ എന്നാണ്. ആ വാക്ക് ഭാഷാപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ ജെൻഡർ ആണ്. അതായത് നമ്മൾ പറയുമല്ലോ പുല്ലിംഗം, സ്ത്രീലിംഗം, പിന്നെ ന്യൂട്രൽ ജെൻഡർ. ആ ന്യൂട്രൽ ജെൻഡർ ആണ്. പക്ഷേ ഇവിടെ ആ ന്യൂട്രൽ ജെൻഡർ എന്ന് പറയുന്ന അതിനെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന വസ്തുവിനെ ഇറ്റ് എന്ന അർത്ഥത്തിൽ മാത്രമേ നമ്മൾ എഴുതാറുള്ളൂ. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? പരിശുദ്ധാത്മാവാன കാര്യസ്ഥൻ നിങ്ങൾക്ക് സകല ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമെന്നാണ്. അവിടെ ഈ പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നമ്മൾ 15:26 ചേർത്ത് വായിച്ചാൽ ഇങ്ങനെയാണ് കാണുന്നത്: അവർ, അതായത് ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പരിശുദ്ധാത്മാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. അപ്പോൾ ആത്മാവിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ന്യൂമ എന്നാണ്. അത് ന്യൂട്രൽ ജെൻഡർ ആണ്. അപ്പോൾ ആ ന്യൂട്രൽ ജെൻഡർ ഉപയോഗിക്കുമ്പോൾ ന്യൂട്രൽ ജെൻഡറായിട്ട് തന്നെ സംബോധന ചെയ്യണം. പക്ഷെ ഗ്രീക്ക് ഗ്രാമറിനെ അതിലംഘിച്ചുകൊണ്ട് 15:26 പരിശുദ്ധാത്മാവിനെ അവൻ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. അവിടെ ഇരിക്കുന്നത് 26 പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. അപ്പൊ പരിശുദ്ധാത്മാവ് അവനാണ്, ഒരു വ്യക്തിയാണ്, പിതാവിൽ നിന്ന് വ്യത്യസ്തനാണ്, പുത്രനിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് ഈ ഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ 14:26 15:26 പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവായ ദൈവത്തെയും നമുക്ക് കാണാനായിട്ട് കഴിയും. 3 പേരെയും അവിടെ കാണാനായിട്ട് കഴിയും. ഇനി പരിശുദ്ധാത്മാവ് ദൈവമാണോ എന്നുള്ളതിനെ കുറിച്ചുള്ള ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 26-ഉം 27-ഉം. റോമാലേഖനം 8-ാം അധ്യായം 26-ഉം 27-ഉം ഒന്ന് വായിക്കാം. അവിടെ വായിക്കുന്നത്: അവണ്ണം ആത്മാവ് നമ്മുടെ ബലഹീനതകൾക്ക് തുണ നൽകുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്നൊന്ന് നാം അറിയുന്നില്ല. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അടുത്ത 27: എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുവാൻ അറിയുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ ഇരിക്കുന്നത് ആത്മാവ്, അതായത് ആത്മാവ് ഉച്ചരിക്കാത്ത പക്ഷപാതം ചെയ്യുന്നു. ആത്മാവിന്റെ ചിന്ത എന്നത് ഹൃദയങ്ങളെ പരിശോധിക്കുക. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ദൈവഹിതം എന്താണെന്ന് പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അവൻ നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ
മധ്യസ്ഥത വഹിക്കുന്നത് പോലെ ഇന്ന് പരിശുദ്ധാത്മാവായ ദൈവം നമുക്ക് ദൈവഹിതം അറിയാത്തത് കൊണ്ട് ദൈവഹിതപ്രകാരം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം. അപ്പോൾ ദൈവത്തിന്റെ ഹിതം അറിയാൻ കഴിയുന്നത് ഒരു സൃഷ്ടിക്കും കഴിയത്തില്ല. സൃഷ്ടിയുടെ അറിവുകൾ പരിമിതമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു മനുഷ്യന് ദൈവത്തിന്റെ ഹിതം അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ദൈവഹിതപ്രകാരം അപേക്ഷിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ഹിതം എന്തെന്ന് അറിയണമെങ്കിൽ സർവജ്ഞാനിയായ മറ്റൊരാൾക്ക് മാത്രമേ അതറിയാൻ പറ്റൂ. ദൈവമല്ലാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായി അറിയാൻ പറ്റത്തില്ല. കാരണം സൃഷ്ടികൾക്ക് സൃഷ്ടാവിന്റെ ഹിതം മനസ്സിലാക്കാൻ കഴിയില്ല. സൃഷ്ടാവ് സർവജ്ഞാനി ആയതുകൊണ്ടും ആ സർവജ്ഞാനിയായ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഹിതം എന്തെന്ന് പരിശുദ്ധാത്മാവിന് വ്യക്തമായിട്ട് അറിയാം. നമുക്കറിയത്തില്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇതേ കാര്യം തന്നെ കൊരിന്ത്യയിലെ 2-ാം അധ്യായത്തിൽ പൗലോസ് പറയും, ദൈവത്തിന്റെ ആഴങ്ങളെ ദൈവാത്മാവിനല്ലാതെ മനുഷ്യാത്മാവിന് അറിയാൻ കഴിയത്തില്ല എന്ന് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു. ഞാനത് സാമർഥ്യ വശം മുമ്പ് ഓർമ്മിപ്പിച്ചതാണ്. ഒന്നുകൂടെ അതങ്ങ് എടുത്ത് പറയാമെന്ന് ആഗ്രഹിക്കുകയാണ്. എന്റെ 2:10 മുതൽ താഴോട്ട്. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. അപ്പോൾ മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യൻ ആരറിയും? അതുകൊണ്ടും തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവ്. അപ്പൊ ദൈവത്തിലുള്ളത് ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ ഗ്രഹിക്കാൻ കഴിയൂ. നമ്മൾ കണ്ടു, ദൈവത്തിന്റെ ആത്മാവ് പിതാവിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്ന വ്യക്തിയായിട്ട് പറയുന്നുണ്ട്. അവൻ വരുമ്പോൾ എന്ന് അവിടെ പറയുന്നുണ്ട്. ഇനി ദൈവത്തിന്റെ അറിവിനെ കുറിച്ച് പറയുമ്പോൾ നാം റോമാലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. 15-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ഞാൻ എടുത്തോട്ടെ. അവിടെ വാക്യം റോമാലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ദൈവത്തിന്റെ ജ്ഞാനം അത് എത്ര ആഴമാണ്, അത് അളക്കാനൊന്നും നമുക്ക് കഴിയയില്ല എന്നൊരു വാക്യം റോമാലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ, പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുന്ന അങ്ങനെയാണ്, ഇതാണ് നമ്മൾ അപ്രകാരം റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുമ്പോൾ അത് എടുത്ത് എന്റെ സാമൂഹ്യന്റെ ഓർമ്മയിലേക്ക് വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ദൈവത്തിന്റെ ആത്മാവിനെ മാത്രമേ ദൈവത്തിന്റെ ആഴങ്ങളെ നമുക്ക് വെളിപ്പെടുത്താനായിട്ട് കഴിയൂ. ദൈവത്തിന്റെ ആത്മാവിനല്ലാതെ ദൈവത്തിന്റെ ആഴങ്ങൾ അറിയാൻ കഴിയും. അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനം അത് ആർക്കും ഗ്രഹിക്കാൻ, സൃഷ്ടികൾക്ക് 1-ന്റെ അല്ല, അത് 11-12 ആണ്. അതായത് ദൈവത്തിന്റെ ജ്ഞാനമേ അതിന്റെ ആഴമേ എന്ന് പറയുന്ന ഒരു വാക്യമാണ്. അതിന്റെ ഒരു ഓർമ്മയിൽ വന്നത് കൊണ്ട് ഞാനങ്ങ് ഉദ്ധരിച്ചതാണ്. അത് ഞാൻ നോക്കാം. 11:33. ഓക്കെ അത് തന്നെ 11:33 ആണോ? ഓക്കെ, അതെ. ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയം, അവന്റെ വഴികൾ എത്ര അഗോചരമാകുന്നു. കർത്താവിന്റെ മനസ്സറിഞ്ഞവനാർ, അവന് മന്ത്രിയായിരുന്നവനാർ, അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവന്, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വമാമന്. ആ ദൈവത്തിന്റെ ജ്ഞാനം, അറിവ്, അതിന്റെ ആഴം അത് ആർക്കും അറിയാൻ പറ്റത്തില്ല, അത് അപ്രമേയമാണ്, അഗോചരമാകുന്നു എന്ന് പൗലോസ് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷെ കൊരിന്ത്യലേഖനത്തിൽ വരിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, ഇങ്ങനെ ഇരിക്കുന്ന ജ്ഞാനം ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ ആരായാൻ കഴിയുള്ളൂ. ദൈവം തന്റെ ആത്മാവിനെ വെളിപ്പെടുത്തി ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു എന്നാണ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ദൈവമാണ് എന്നുള്ളതിന്റെ സ്പഷ്ടമായ ഒരു ഇൻഡയറക്റ്റ് റെഫറൻസ് ആണ്. കാരണം സൃഷ്ടികൾക്ക് ദൈവത്തിന്റെ ജ്ഞാനം അറിയാൻ കഴിയുകയില്ല. പക്ഷേ ദൈവമാകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിന്റെ ആഴം അറിയാൻ പറ്റുകയുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ദൈവമാകുന്നു എന്നുള്ളതിന്റെ ഒരു ഇൻഡയറക്റ്റ് റെഫറൻസ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തൊരു വാക്യത്തിലേക്ക് പോകാം. അത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ.
അപ്പോസ്തലരുടെ പുസ്തകത്തിലെ 5-ാം അധ്യായത്തിലെ ഇൻസിഡന്റ് നമുക്കറിയാം. അനന്യാസും സഫീറ എന്ന് പറയുന്ന രണ്ട് ദമ്പതിമാർ വസ്തുവകകൾ വിറ്റിട്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ട് കാഴ്ചവെച്ചു. അപ്പോൾ അപ്പോസ്തലനായ പത്രോസ് അവരോട് അനന്യാസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. അപ്പോൾ പത്രോസ് അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിരയിൽ കുറെ എടുത്തു വയ്പ്പാനും സാത്താൻ എന്റെ ഹൃദയം കൈവശമാക്കിയത്. അവിടെ ആയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുക എന്നാണ്. ഇനി അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അത് പറയുന്നത് നിന്റേതല്ലായിരുന്നുവോ. എന്നിട്ട് അതിന്റെ 4-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് പറയുകയാണ്, ഈ കാര്യത്തിന് മനസ്സ് വച്ചത് എന്ത്? മനുഷ്യനോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത്. അപ്പോൾ 3-ാമത്തെ വാക്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. ഇനി അടുത്ത് പറയുകയാണ്, നീ മനുഷ്യരോടല്ല ദൈവത്തോടാണ് വ്യാജം കാണിച്ചത്. അപ്പൊ പരിശുദ്ധാത്മാവ് ദൈവമാണെന്നുള്ള സ്പഷ്ടമായി ഇതാണ്. പത്രോസ് പറയുന്നത് നീ പരിശുദ്ധാത്മാവിനോടാണ് വ്യാജം കാണിച്ചത്. എന്നിട്ട് അനസ്തർ പറയുന്നത് നീ കാണിച്ചത് മനുഷ്യനോടല്ല ദൈവത്തോടാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് മനുഷ്യനല്ല, ദൈവമാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പത്രോസ് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. റോമാലേഖനം 8:9 വരുമ്പോൾ വീണ്ടും നമുക്ക് അവിടെ ചില കാര്യങ്ങൾ കാണാനായിട്ട് കഴിയും. റോമാലേഖനം 8:9 അവർ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവം ഉള്ളവരല്ല ആത്മാവ സ്വഭാവമുള്ളവരത്തെ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 9-ാം അധ്യായത്തിൽ പറയാണ് ദൈവത്തിന്റെ ആത്മാവ്, അത് പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് അടുത്ത് പറയുകയാണ് ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവാണ്, ആ ആത്മാവിനെ ക്രിസ്തുവിന്റെ ആത്മാവാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവിനെയാണ് കുറിക്കുന്നത്, ആ പരിശുദ്ധാത്മാവിനെ ക്രിസ്തുവിന്റെ ആത്മാവായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ആ വാക്യം വ്യക്തമായി വായിക്കുന്നത്, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. അടുത്ത് വായിക്കുന്നത് ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നതും ക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് പറയുന്നതും പരിശുദ്ധാത്മാവിനെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 6:11 വീണ്ടും 11-17 ആണ് അവിടെ 11 തന്നെ. 1 കൊരിന്ത്യർ 6:11 വായിക്കുന്ന പ്രകാരമാണ്, നിങ്ങൾ ദൈവത്തെ 6:16 1 കൊരിന്ത്യർ 6 ഇവിടെ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് നാം ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പൗലോസ് കൊരിന്ത്യരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നാം ദൈവത്തിന്റെ മന്ദിരം 19-ാം വാക്യം 6:19 സോറി, ഞാൻ 2 കൊരിന്ത്യർ എടുത്ത് വയ്ക്കുകയായിരുന്നു. അതായത് 1 കൊരിന്ത്യർ 6:19 ഇങ്ങനെ വായിക്കുന്നുണ്ട്, അല്ലല്ല 6:11 വായിച്ചിട്ട് വരാം. 6:11 വായിക്കുന്നത്, ചിലർ ഈ വകക്കാരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. അവിടെ ശുദ്ധീകരണവും നീതീകരണവും പ്രാപിക്കുവാൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് പറയുന്നു. ഇവിടെ 3 പേരുണ്ട്. അത് നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും, നമ്മുടെ ദൈവം എന്ന് പറയുന്നത് പിതാവിനെ കുറിച്ചാണ്, ആത്മാവ് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ഈ 3 പേരെയും നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ഇത് തന്നെ ഞാൻ പാസ്റ്റർ പറഞ്ഞതുപോലെ അതിന്റെ 17 നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ ചോദിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ പറഞ്ഞ വാക്യം 1 കൊരിന്ത്യർ 3:16-17 ഇപ്പൊ പറഞ്ഞ വാക്യം. 1 കൊരിന്ത്യർ 3 ഓക്കെ 1 കൊരിന്ത്യർ 3:16-17 സോറി, അതെ ശരിയാ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ ഇതൊരു അനാളജി പറയുമ്പോൾ, പഴയ നിയമത്തിൽ
യഹോവ, അതായത് സമാഗമന കൂടാരത്തിൽ യഹോവയുടെ തേജസ് വസിച്ചിരുന്നു. ദൈവമാണ് അവിടെ വസിച്ചിരുന്നത്. യഹോവയുടെ തേജസ് എന്നാ പറയുന്നത്, പക്ഷെ യഹോവയാണ് അവിടെ വസിച്ചിരുന്നത് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെയാണ് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന സ്ഥലം ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവ് ദൈവമല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാകും? അതാണ് ചോദ്യം. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ദൈവമല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാകത്തില്ല. കാരണം ദൈവത്തിന്റെ ബൈബിൾ ഇങ്ങനെയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവം ആയതുകൊണ്ടും ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ടും നമ്മൾ ദൈവത്തിന്റെ മന്ദിരമായി അറിയപ്പെടുന്നു. സമാഗമന കൂടാരം മോശ പണിതു. സമാഗമന കൂടാരം യഹോവയുടെ തേജസ് വസിച്ചപ്പോഴാണ് അത് ദൈവത്തിന്റെ ആലയമായി മാറിയത്. അപ്പോൾ നമ്മൾ പാപത്തിൽ ജനിച്ചവരാണ്, പാപത്തിൽ ജീവിച്ചവരാണ്. എന്നാൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു എന്നും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നും എന്റെ പാപങ്ങൾക്ക് സമ്പൂർണമായ പരിഹാരം യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ യാഗത്തിലൂടെ സൗജന്യമായ ദൈവം എനിക്ക് നൽകുന്നു എന്നുള്ള കാര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ബോധപ്പെടുത്തുമ്പോൾ നാം യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകുന്നത്. വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മളെ മുദ്രയിടുന്നു. ആ പരിശുദ്ധാത്മാവ് വസിക്കുന്ന നമ്മളെ ദൈവം വിളിക്കുന്നത് ദൈവത്തിന്റെ മന്ദിരമെന്നാണ്. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവമായത് കൊണ്ടാണ് ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന നമ്മളെ ദൈവത്തിന്റെ മന്ദിരമെന്ന് വിളിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവമല്ല എങ്കിൽ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന നമ്മളെ ദൈവമന്ദിരമെന്ന് വിളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ദൈവമാകുന്നു എന്നുള്ള കാര്യം വചനത്തിലുള്ള വളരെ സ്പഷ്ടമായി നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത്രയും നമ്മൾ ചിന്തിച്ചതിന്റെ അർത്ഥത്തിൽ നിന്ന് നക്ഷലായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ദൈവം ഏകനാണ് എന്ന് ബൈബിൾ പറയുന്നു. പക്ഷെ ആ ഏകനായ ദൈവത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന 3 വ്യതിരിക്ത വ്യക്തികൾ ഉണ്ടെന്ന് ബൈബിളിൽ പറയുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ആ 3 പേരെയും സംബന്ധിച്ച് പിതാവ് ദൈവമാണ്, പുത്രനും ദൈവമാണ്, പരിശുദ്ധാത്മാവും ദൈവമാണ്. പക്ഷെ നമുക്ക് 3 ദൈവങ്ങളില്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന വ്യക്തികൾ ചേർന്ന ഏക ദൈവമേ ഉള്ളൂ. ഇത് ബൈബിളിലെ ഉപദേശമാണ്.